ഇന്ന് നമ്മളൊരു ഹെർബൽ സോപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. മുഖക്കുരുവും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയൊരു സോപ്പാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കൈപ്പിടിയോളം ആര്യവേപ്പില മതിയാവും. പിന്നെ ഒരു 10 പനിക്കൂർക്കയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറ്റാർ വാഴയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. കറ്റാർ വാഴ നമ്മൾ അതിന് ജെല്ല് മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പറ്റാവുന്നത്രയും നൈസായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ നീര് മാത്രം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിനായിട്ടൊരു തുണി വിരിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നീര് മാത്രം നമുക്ക് കിട്ടും. നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുതിനയുടെ ഇലയാണ് കേട്ടോ. ഇത് ഉണക്കി പൊടിച്ച് വെച്ച പുതിനയുടെ ഇലയാണ്. പുതിനയുടെ ഇല മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം. മുഖക്കുരു ഉള്ളവർ നിർബന്ധമായിട്ട് ചേർക്കാം. മുഖക്കുരു മാറുകയും ചെയ്യും, മാത്രമല്ല ആ കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് ഓറഞ്ച് തൊലിയുടെ പൗഡറും കൂടി വേണം കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാൻ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ചേർത്തു, അപ്പോൾ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ചേർക്കണം. പുതിനയുടെ പൗഡർ നമുക്കൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുതിന പൗഡറായിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രഷായിട്ട് തന്നെ അരച്ച് ചേർത്താലും മതിയാവും. അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളാണ് ചേർത്തത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇതുപോലെ നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിയേഴ്സിൻ്റെ ഒരു സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഒരു പകുതി ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. സോപ്പ് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ ആ സോപ്പൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീര് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ എല്ലാ നീരും ചേർത്ത് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള തന്നെ ഐസ്ക്രീമിൻ്റെ ടിന്നൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് ഇതുപോലത്തെ ഒരു ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട്. രണ്ട് ടിന്നിലേക്കാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒഴിച്ചിരിക്കുന്നത്. ഇതിന് നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഉറച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ലപോലെ തന്നെ ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സോപ്പ് 2ാമത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു തവണ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. മുഖക്കുരൊക്കെ വന്നിട്ട് ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ മാറിക്കിട്ടും. പകുതി സോപ്പ് കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ 2 സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു 2-3 മാസം വരെയൊക്കെ വെച്ച് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്